जनते समतामयतां न हि कोऽपि सुधीः शरणागतवत्सल तत्त्वनिधे भव शङ्कर देशिक मे शरणम् विदितान मया विशदैककला न च किञ्चन काञ्चनमस्ति गुरो धृतमेव विधेहि कृपां सहजां भव शङ्कर देशिक मे शरणम् 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 കന്നിമാസത്തിൽ ദേവീ നടക്കിൽ നിന്നും പുറം ഗ്രാമങ്ങളിലേക്ക് പറയെഴുന്നള്ളിപ്പ് നടക്കാറുണ്ട്. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഈ പറയെടുപ്പ്. കോട്ടുപള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമൂല സ്ഥാനത്തു നിന്ന് ആദ്യ പറയെടുത്തുന്നതിന് ശേഷം മറ്റു കരകളിലേക്ക് പറകൾ സ്വീകരിക്കുകയും മണ്ഡലം 1-ാം തീയതി തിരികെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നവരാത്രി കാലത്തും മണ്ഡലകാലത്തും കർക്കിടക മാസത്തിലും പ്രത്യേക പൂജാദികൾ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു. കർക്കിടക മാസത്തിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തിപ്പോരുന്നു. എല്ലാ മാസത്തിലും ഭരണി നാളിൽ ഭരണിയൂട്ടും ഇവിടെ നടത്തുന്നു. ഓരോ മാസത്തിലും ഓരോ വ്യക്തിയുടെ വകയായിട്ടാണ് ഇവിടെ ഭരണിയൂട്ട് നടത്തുന്നത്. ഇതിനൊക്കെ പുറമെയായി നിത്യപൂജ, തുലാഭാരം, ചോറൂണ്, വിദ്യാരംഭം, വിവാഹം, നിറമാല തുടങ്ങിയവ ഈ ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തിപ്പോരുന്നു. കോട്ടുപള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായി പറയപ്പെടുന്ന സംഭവം ഇപ്രകാരമാണ്. ഇന്ന് കോട്ടുപള്ളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 9 കിലോമീറ്റർ കിഴക്ക് കടുങ്ങല്ലൂർ പാടത്ത് സ്ത്രീകൾ കൊയ്യുന്നതിനായി ചെന്നപ്പോൾ കൊയ്ത്തരിവാൾ മൂർച്ച കൂട്ടുന്നതിനു വേണ്ടി അടുത്തു കണ്ട കല്ലിൽ അരിവാൾ ഉരസുകയും അപ്പോൾ കല്ലിൽ നിന്ന് രക്തം വമിച്ച് സ്ത്രീകൾ ഭയവിഹുലരായി അടുത്തുള്ള നാട്ടുപ്രമാണിയെ വിവരമറിയിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ ഇതൊരു ദേവീ വിഗ്രഹമാണെന്ന് എന്നു കണ്ടു. സ്ത്രീകൾ ദേവീ ചൈതന്യം ഉൾക്കൊണ്ട ശിലയെ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന മീനം രാശിയായ ഇലഞ്ഞി ചുവട്ടിൽ കൊണ്ടുവന്നു വെച്ചു. ഈ ഇലഞ്ഞി മരത്തിന് 1000 വർഷത്തെ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അന്നത്തെ നാട്ടുപ്രമാണിയായിരുന്ന കോട്ടക്കൽ കുടുംബത്തിൽ ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ സന്താനങ്ങളില്ലാതെ വന്നപ്പോൾ ക്ഷേത്രം ആഴ്വാഞ്ചേരി തമ്പാക്കൾക്ക് കൊടുത്തു. ത്രൈലോക്യകണ്ഠനായി ദാരുകൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നതായും ദാരുകനെ വധിക്കുന്നതിനായി ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ പരമശിവൻ സൃഷ്ടിച്ചതായും ഭദ്രകാളിയുമായുള്ള ഘോരയുദ്ധത്തിൽ ദാരുകനെ ഭദ്രകാളി ശിരച്ഛേദം നടത്തി നിഗ്രഹിച്ചതായും മാർക്കേണ്ടായ പുരാണത്തിൽ വിവരിക്കുന്നു. എന്നാൽ ഇവിടെ കോട്ടുപള്ളിക്കാവിലെ ദേവീ സങ്കല്പം ദാരികവധത്തിനു മുമ്പുള്ള അവസ്ഥയാണ്. കോട്ടുപള്ളിക്കാവിലെ ദേവീ സങ്കല്പം ദാരികവധത്തിനായി ദേവി ദാരികനെ അന്വേഷിച്ചു പോകുന്ന
പ്രതീകമായിട്ടാണ് 1000 തിരി പൂജയും ഓട്ടവും. ഇരു കൈയിലും വാളും ഉണ്ടാകും. 1000 തിരി പൂജ ഓട്ടം നടത്തുന്നത് ക്ഷേത്രം മേൽശാന്തിയാണ്. ഇതിനായി നിശ്ചയിക്കുന്നവർ കൊടിയേറ്റു മുതൽ ഭരണി വരെ വ്രതമെടുക്കുന്നു. 1000 തിരി പൂജയ്ക്ക് വേണ്ടി മേൽശാന്തി ശ്രീകോവിലിൽ കയറുന്നതിന് മുമ്പ് ക്ഷേത്ര ഭാരവാഹിയുമായി പൂജാരിയെ വിളിച്ചു ചോദ്യോത്തരങ്ങൾ നടക്കുന്നുണ്ട്. ഉച്ചപൂജയ്ക്കു ശേഷം 1:30 മണിയോടെ 1000 തിരി പൂജയ്ക്കുള്ള സമയമായി. 1000 തിരി ഓടുന്ന മേൽശാന്തി ആദ്യം ദേവിക്ക് പൂജയും നിവേദ്യവും നടത്തുന്നു. അതുകഴിഞ്ഞാൽ പൂജാരി പൂജയ്ക്കിരിക്കുന്നു. എണ്ണയിൽ മുക്കിയെടുത്ത 1000 തിരികൾ 7 കെട്ടുകളിലായി കത്തിച്ച് 1000 തിരി പൂജ നടത്തുന്നു. 1000 തിരി ഓടുന്ന മേൽശാന്തിയുടെ കൂടെയുള്ള പൂജാരികൾ ദേവീ ചൈതന്യം ആവാഹിച്ച് മേൽശാന്തിക്ക് പകരുന്നു. പൂജ നടക്കുന്ന സമയം പുറത്ത് ഭക്തജനങ്ങളിൽ അസുഖമുള്ളവർ ചോറ്റാനിക്കരയിലും മറ്റും കാണുന്ന വിധം തുള്ളുന്നു. 1000 തിരി പൂജയ്ക്കു നട അടക്കുന്നത് മുതൽ ഭക്തജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നും ദേവീ ശരണമന്ത്രം ഉച്ചത്തിൽ മുഴങ്ങുന്നു. ഒഴിയുന്ന തിരികൾ ഇടക്ക് പുറത്ത് കൊടുക്കുന്നതിന് തൊട്ടുവന്നിക്കുന്നതിന് ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും ബഹളവും അപാരം തന്നെ. 1000 തിരി ഓടുന്ന മേൽശാന്തിയിൽ ദേവീ ചൈതന്യം ആയെന്ന് കണ്ടാൽ ശ്രീകോവിലിലെ മറ്റു പൂജാരികൾ വിഗ്രഹത്തോടു ചേർത്ത് വെച്ചിട്ടുള്ള 2 വാളുകൾ 2 കൈയിലും നൽകി ഒന്നു ചുറ്റിച്ച് നടന്നുറന്നു പുറത്തേക്ക് വിടുന്നു. പൂജാരിയുടെ ദേഹം മഞ്ഞപ്രസാദത്താൽ കുളിച്ചതുപോലെയായി. പൂജാരിയെ പുറത്തേക്ക് വിടുന്നതു മുതൽ അമ്മേ വിളിയും ഭക്തി നിർഭരതയും ഭയാനതയും കൂടുതലാകുന്നു. കാരണം എന്തും സംഭവിക്കാവുന്ന സമയമാണത്. ഇന്ത്യയിൽ കോട്ടുള്ളിക്കാവ് ക്ഷേത്രത്തിൽ മാത്രമേ 1000 തിരി ഓട്ടം ഉള്ളൂ. അത് കാണുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ അമ്പലത്തിൽ തടിച്ചുകൂടാറുണ്ട്. ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ദാരികനെ കൊല്ലുവാൻ വേണ്ടി ദേവി 2 കൈയിലും വാള് പിടിച്ച് ശ്രീകോവിലിന് 1 പ്രാവശ്യവും അമ്പലത്തിന് 3 പ്രാവശ്യവും ഓടുകയാണ്. അതിനുശേഷമാണ് വേതാളത്തെ ആകാശമാകാൻ പറഞ്ഞഴിച്ച് തൂക്കത്തിന്റെ ഐതിഹ്യം.